ഒരുപാട് നല്ല സിനിമകളെ നിർമ്മാണത്തിലൊക്കെ പ്രതിസന്ധികൾ നേരിട്ട ഒരുപാട് നല്ല സിനിമകളെ ലിഫ്റ്റ് ചെയ്ത ഒരു പ്രൊഡ്യൂസറാണല്ലോ ജോബി ചേട്ടൻ. ഒരു സെലിബ്രിറ്റി സ്റ്റാറ്റസ് ഉള്ള ഒരു പ്രൊഡ്യൂസർ കൂടിയാണ്. അപ്പം ആദ്യം ആസാമിൽ നിന്നുള്ള പ്രൊഡ്യൂസർ ആണെന്ന് ഇങ്ങനെ പറഞ്ഞു കേട്ടു. പിന്നീട് ജോബി ചേട്ടനിലേക്ക് എത്തിയതാണോ? അപ്പോൾ ഒരുപാട് നല്ല കണ്ടന്റുകളെ തോളിലേറ്റിയ ഒരു പ്രൊഡ്യൂസറാണ് ജോബി ചേട്ടൻ. അപ്പോൾ ആ പ്രൊഡ്യൂസറിനെ കുറിച്ച് ഉള്ള ഗുഡ് വില്ലിൻ്റെ അതിലേക്ക് എങ്ങനെയാണ് എത്തിയത്, അദ്ദേഹത്തെ കുറിച്ച്? നമ്മളൊരു സിനിമ ചെയ്യുമ്പം നല്ല സിനിമ ചെയ്താൽ മാത്രം പോലെ അത് ആളുകളിലേക്ക് എത്തിക്കുക എന്നുള്ളതൊരു വലിയ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫാക്ടറാണ്. അപ്പോൾ അങ്ങനെ നോക്കുമ്പം ഗുഡ് വില്ല് പോലുള്ള ഒരു പ്രൊഡക്ഷൻ ഹൗസ് അവരുടെ ഒരു എന്താ പറയുക, അവരാണ് അത് ആൾക്കാരിലേക്ക് എത്തിക്കേണ്ടത്. അപ്പം അത് ഞാൻ ഭയങ്കര ലക്കിയായിട്ട് ഫീൽ ചെയ്യുന്നു. ഗുഡ് വില്ല് പോലെ ഇപ്പം അവിടെ കിഷ്കിന്ദ അറിയാമല്ലോ, അല്ലെങ്കിൽ അതിന് മുമ്പ് കഴിഞ്ഞ കൊല്ലങ്ങളിലെല്ലാം ഇപ്പം രോമാഞ്ചമായാലും കിഷ്കിന്ദയായാലും ഒക്കെ വളരെ കമേഴ്ഷ്യലിയും ആൾക്കാരുടെ അടുത്ത് എത്തിയ സിനിമകളാണ് ഇതെല്ലാം. അപ്പം അങ്ങനെ ജോബി ചേട്ടൻ്റെ കൂടെയും ഗുഡ് വില്ലിൻ്റെ കൂടെയും പടം എത്തിയത് അവരുടെ അടുത്ത് എത്തിയതൊരു വളരെ വലിയൊരു കാര്യമായിട്ടാണ് ഞാൻ കൺസിഡർ ചെയ്യുന്നത്.